പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം മഹത്വമിടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ നമുക്കൊരുമിച്ച് ഈ മീഡിയയിലൂടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ഈ ശബ്ദപരിധിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും, എൻ്റെ എല്ലാ കൂട്ടുപ്രവർത്തകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ ഹൃദയപൂർവ്വം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വേദവാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അല്പസമയം ദൈവത്തിൻ്റെ തിരുവചനം ചിന്തിക്കുവാൻ നമുക്ക് ആരംഭിക്കാം. അതിനാധാരമായി ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെയും വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ബാൽപയോരിൻ്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലേ, 1-ാമത്തെ വാക്യം, ഇപ്പോൾ ഇസ്രായേലേ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല രാത്രിയിൽ ഞങ്ങൾ വായിച്ചു കേട്ട ദൈവത്തിൻ്റെ തിരുവചന ഭാഗങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഈ വാക്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിതിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവേ, ദൈവജനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അടിയന്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. ദൈവാത്മാവ് സംസാരിക്കണമേ. ലോകവ്യാപകമായി കർത്താവ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ തിരുനാമം മഹത്വമെടുക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കണമേ. ഭൂതങ്ങൾ അലറി മാറണമേ. ദൈവിക സമാധാനം ഭവനങ്ങളിൽ വ്യാപരിക്കണമേ. ഹൃദയങ്ങളിൽ വ്യാപരിക്കണമേ. നിരാശകൾ മാറട്ടെ, അസമാധാനങ്ങൾ മാറട്ടെ. ആത്മീകമായ വളർച്ചകൾ ദൈവജനം പ്രാപിക്കട്ടെ. ഉറപ്പും ധൈര്യമുള്ളവരായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കട്ടെ. തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളായ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്ന അനുഭവം ഉണ്ടാകണമേ. കർത്താവേ, ഈ മീഡിയ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കട്ടെ. അന്തരീക്ഷ മണ്ഡലങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കട്ടെ. അശുദ്ധമായതെല്ലാം വഴിമാറട്ടെ. ആത്മഹത്യ ചിന്തകൾ ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ. കലഹങ്ങൾ, ഭിന്നതകൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ തിരുനാമം മഹത്വമെടുക്കണമേ. തുടർന്നറിയ നാവിനോട് കൂടെ ഇരിക്കണം. ദൈവികതമല്ലാത്തൊരു വാക്ക് പോലും നാവിൽ നിന്ന് പുറപ്പെടരുതേ എന്നും പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. കേൾവിക്കാരെ കൂട്ടിവരുത്തണമേ. കടന്നു വരുന്നവരെ അനുഗ്രഹിക്കണമേ. നാഥ, രക്ഷിക്കപ്പെടുവാനും സേവകാത്മാക്കളായ ദൂതന്മാർ ഇറങ്ങി ശുശ്രൂഷിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആവർത്തന പുസ്തകം 4-ാം അധ്യായമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുവാൻ തക്കവണ്ണം ഇടയത്. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ആ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്: ഇപ്പോൾ ഇസ്രായേലേ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പി. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്നും കുറയ്ക്കുകയോ ചെയ്യരുത്. ബാൽപയോരിൻ്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ മോശ ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തോട് പ്രബോധിപ്പിക്കുകയാണ്: ഇസ്രായേലേ, ദൈവം നിങ്ങൾ ജീവിച്ചിരിക്കുവാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കേണ്ടതിന്, അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ വാഗ്ദത്ത ദേശം നമ്മൾ അവകാശമാക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. മിസ്രയീമിൽ നിന്നും ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് വാഗ്ദത്ത ദേശമായിരിക്കുന്ന ആ കനാൻ അവകാശമാക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ പിശാചിൻ്റെ അടിമമുഖത്തിൽ കിടന്നിരുന്ന, പാപത്തിൽ കിടന്നിരുന്ന, ശാപത്തിൽ കിടന്നിരുന്ന, അകൃത്യങ്ങളിൽ മരിച്ചിരുന്ന നമ്മെ
ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ദൈവത്തിൽ നിന്നും അകന്നു പോയിരുന്ന നമ്മെ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ വീണ്ടെടുത്തത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ശാശ്വതമായ ദേശം, ശാശ്വതമായ ഭവനം നമ്മൾ കൈവശം ആക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ആ കൈവശമാക്കേണ്ടതിന് വേണ്ടി പഴയ നിയമ കനാനിൽ പ്രവേശിക്കുവാനുള്ള ദൈവജനത്തോട് മോശ മുഖാന്തരം ദൈവം പറയുന്ന വാക്യമാണ് എന്താണ്? നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പി. ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പി. അടുത്തത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്നും കുറയ്ക്കുകയോ ചെയ്യരുത്. അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആ കൽപ്പനകൾ നിങ്ങൾ എന്ത് ചെയ്യണം? വചനങ്ങളെ നിങ്ങൾ പ്രമാണിക്കണം. നോക്കൂ, നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ യോശുവയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. മോശയ്ക്ക് ശേഷം ദൈവം തിരഞ്ഞെടുത്ത യോശുവയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 5-ാമത്തെ വാക്യം മുതലാണ്: നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ ഇവിടെ യോശുവയോടും ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തികൾ സാധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അപ്പോൾ തിരുവചനത്തിൽ വായിക്കുകയാണ്: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്യണം: നീ വചനത്തിൽ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അന്യായപ്രമാണത്തെ നീ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പി. എന്നിട്ട് പറയുകയാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്നും കുറയ്ക്കുകയോ ചെയ്യരുത്. അപ്പൊ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് പ്രമാണിച്ച് നടന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും വാഗ്ദത്ത ദേശം നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുവാനിടയായി തരും. അപ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്: കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാലും അഴിഞ്ഞു പോകാത്ത ഒരു ശാശ്വതമായ ഭവനം, ഒരു നിത്യമായ ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ആ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അപ്പോൾ ഇവിടെ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ ആ ദേശത്തെക്കുറിച്ച്, ആ ഭവനത്തെക്കുറിച്ച് ഒരു വിശദീകരണം മോശ ഇസ്രായേലിന് നൽകുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കേണ്ടതിന്
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ബാൽപെയോരിൻ്റെ സംഗതികൾ യഹോവ ചെയ്തത് നിങ്ങളെ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. എന്താണ് ബാൽപെയോരിൻ്റെ സംഗതി? അടുത്തത് നമുക്ക് ചിന്തിക്കേണ്ടത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് നിങ്ങൾ കൂട്ടുകയോ അതിൽ നിന്നും കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നാം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. സദൃശ്യവാക്യം 30-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് നമ്മൾ ഒന്നും കൂട്ടിച്ചേർക്കുവാൻ ഇടയായിത്തീരരുത്, അതിൽ നിന്നും ഒന്നും കുറയ്ക്കുവാനും ഇടയായിത്തീരരുത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോൾ വചനത്തിൽ നിന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ തിരുവചനം, അതെന്തിനു വേണ്ടിയാണ്? നാം ദൈവം ഒരുക്കിയിരിക്കുന്ന ദേശം അവകാശമാക്കേണ്ടതിന് വേണ്ടി, ദൈവത്തെ ഭയപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടി. അത് ദൈവം എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ തിരുവചനമാണ്. അതിൽ നിന്നും ഒന്നും കൂട്ടരുത്, അതിൽ നിന്നും ഒന്നും കുറയ്ക്കുവാനും ഇടയായി തീരരുത്. ആവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ദൈവത്തിൻ്റെ തിരുവചന ഭാഗത്തിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. ഞാൻ ഒന്നും കൂടെ ശബ്ദമുയർത്തി വായിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്നും കുറയ്ക്കുകയോ ചെയ്യരുത്. അപ്പോൾ അതിനോട് കൂട്ടുവാനോ അതിൽ നിന്നും കുറയ്ക്കുവാനോ നമുക്ക് അധികാരമില്ല. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അടുത്ത ഒരു സംഗതി, ബാൽപെയോരിൻ്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. എന്താണ് ബാൽപെയോരിൻ്റെ സംഗതി? മിസ്രൈമിൽ നിന്നും അടിമ വീട്ടിൽ നിന്നും മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ, ഏകദേശം 6 ലക്ഷം വരുന്ന പുരുഷന്മാരടങ്ങുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടെടുത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇസ്രായേൽ ജനത്തിന് ദൈവം ചെങ്കടൽ ഉണങ്ങിയ റോഡാക്കി കൊടുത്തു. മിസ്രൈം സൈന്യം ഇസ്രായേൽ ജനത്തിൻ്റെ പുറകെ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാനായിട്ട്, പിടിക്കുവാനായിട്ട് പദ്ധതി ഒരുക്കി കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ ഫറവോനെയും സംഘത്തെയും ദൈവം ചെങ്കടലിൽ മുക്കിക്കളയുവാൻ തക്കവണ്ണം തീർന്നു. അവരെ എതിർത്ത, അവരെ പീഡിപ്പിച്ച ജാതിയെ അതേ ദൈവം ന്യായം വിധിച്ച് ഇസ്രായേലിനെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വസ്ത്രം പഴുകിയില്ല, ചെരുപ്പുകൾ തേഞ്ഞു പോയില്ല. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ ഇസ്രായേൽ ജനത്തെ ദൈവം അത്ഭുതകരമായി മാറായിൽ ജലം മധുരമാക്കി കൊടുത്ത്, പാറയിൽ നിന്നും വെള്ളം കൊടുത്ത്, അതേ വെട്ടിക്കിളി ആഹാരമാക്കി കൊടുത്ത്, ദൂതന്മാരുടെ ഭക്ഷണമായിരിക്കുന്ന, മല്ലന്മാരുടെ ഭക്ഷണമായിരിക്കുന്ന മന്ന ആഹാരമായി കൊടുത്ത് ദൈവം അവരെ മരുഭൂമിയിൽ പോഷിപ്പിച്ചു കൊണ്ടുവരുവാനിടയായി തീർന്നു. എന്നാൽ ദൈവകൽപ്പനകളിൽ ഉറച്ചു നിൽക്കേണ്ട ദൈവജനം, നമുക്കറിയാം 23-ാമത്തെ സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് ബിലയാം എന്ന പ്രവാചകനെ വിളിച്ചു വരുത്തുന്നു. എന്തിനാ? ഇസ്രായേൽ ജനം എണ്ണത്തിൽ വളർന്നുകൊണ്ട് അവർ വേർപെട്ട ജനമായി ജാതികളോട് ഇടകലരാതെ ദൈവകൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവർ അതേ ഇടകലരാതെ വേർപെട്ട ജീവിതം നയിച്ചുകൊണ്ട്, അതേ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ ജനമായിട്ട് തന്നെ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയിരുന്നു. അതുകൊണ്ട് ആർക്കും ഇസ്രായേലിനെ തകർക്കുവാനായിട്ട്
തോൽപ്പിക്കുവാനായിട്ട്, നശിപ്പിക്കുവാനായിട്ട്, പരാജയപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. കൽപ്പനകളിൽ ഉറച്ചു നിന്ന, വചനത്തിൽ ഉറച്ചു നിന്ന ദൈവജനത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ബാരാക്ക് രാജാവ് ബിലെയാം പ്രവാചകനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വെള്ളിയും പൊന്നും നിനക്ക് തരാം, രാജ്യത്തിന്റെ പകുതി വേണമെങ്കിൽ തരാം, പക്ഷേ ഈ ജനത്തെ ഒന്ന് ശപിച്ച് ഇവരെ തോൽപ്പിക്കുവാനായിട്ട് കഴിയണം. പക്ഷേ ബിലെയാം അധികാരികൾക്ക് തകർക്കാൻ കഴിയത്തില്ല. അകാരണമായിരിക്കുന്ന ഒരു ശാപവും അവർക്ക് ഫലിക്കത്തില്ല. ഒരു ദൈവത്തിന്റെ പ്രവാചകന് അവരെ ശപിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്ന ജനമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ള ജനത്തിന് ഒരു ശാപവും ഫലിക്കത്തില്ല, ഒരു മന്ത്രവാദവും ഫലിക്കത്തില്ല, ഒരാഭിചാരവും ഫലിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്രായേലിന് ലക്ഷണവിദ്യ ഏൽക്കുകയില്ല, യാക്കോബിന് ആഭിചാരം ഫലിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലെങ്കിൽ വചനത്തെ നാം പ്രമാണിക്കുന്നെങ്കിൽ നമുക്ക് വിരോധമായി, നമ്മുടെ തലമുറകൾക്ക് വിരോധമായി, നമ്മുടെ കുടുംബത്തിന് വിരോധമായി, നമ്മുടെ ആത്മീക മുന്നേറ്റത്തിന് വിരോധമായി എന്തെല്ലാം ശത്രുവിന്റെ ശക്തികൾ, പദ്ധതികൾ ഒരുക്കിയാലും, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ശത്രുവിനെ നമ്മളെ ഒരിക്കലും തകർക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ച ഇയ്യോബിൻ്റെ നന്മകൾക്ക് ചുറ്റും, ഇയ്യോബിനുള്ളതിന് ചുറ്റും വേലി കെട്ടി കർത്താവ് സൂക്ഷിക്കുവാനിടയായി തീർന്നിരുന്നു. അതുകൊണ്ട് ഇയ്യോബിനെ തകർക്കുവാൻ പിശാചിന് കഴിഞ്ഞില്ല, ഇയ്യോബിനെ നശിപ്പിക്കുവാൻ ശത്രുവിനെ കഴിഞ്ഞില്ല. ഞാനും നിങ്ങളും ഇന്ന് ഈ സമയം ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെങ്കിൽ നിശ്ചയമായും ശത്രുവിനെ നമ്മെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. പ്രിയരെ, നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അതെ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 26-ാമത്തെ വാക്യം നാം വായിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് ദാസനായ യേശുവിനെ നമുക്ക് മുമ്പേ ആദ്യമേ ദൈവം എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് കർത്താവ് തന്നെ ദാസനായ യേശുക്രിസ്തുവിനെ, അല്ലെങ്കിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചതും, യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നതും, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതും നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. നമ്മുടെ അകൃത്യങ്ങളിൽ നിന്നും നാം തിരിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. നമ്മുടെ പാപത്തിന് മോചനം ലഭിച്ച നാം അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവിതലിനെ ഒരു ശാപവും ഫലിക്കത്തില്ല, ഒരാഭിചാരവും ഫലിക്കത്തില്ല, ഒരു ലക്ഷണവിധിയും ഏൽക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ ശത്രുവിനെ തകർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവൈതലിന് വിരോധമായിട്ട് ബിലെയാം ചില കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇവരെ തകർക്കണമെങ്കിൽ ഇവരെ പാപം ചെയ്യിപ്പിക്കണം, ദൈവത്തിൽ നിന്നും അകറ്റിക്കളയണം. ഇവരുടെ ദൈവത്തിൽ നിന്നും അകന്നു പോയില്ലെങ്കിൽ ഇവരെ തകർക്കാൻ കഴിയത്തില്ല. ശത്രുവിൻ്റെ വലിയൊരു ഗൂഢാലോചനയാണ് വിശുദ്ധിയിൽ നിലനിൽക്കുന്ന, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ദൈവജനത്തെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളത്. നേരെ വന്ന് തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പിശാച് തന്ത്രശാലിയാണ്. പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പിശാചിന് തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. അപ്പോൾ പിശാച് തന്ത്രശാലിയാണ്, അവൻ തന്ത്രപൂർവ്വം തകർക്കുവാൻ പരിശ്രമിക്കും. നമുക്കറിയാം ദാനിയേൽ, നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവുള്ളവനായിരുന്നു. ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് ദേശത്തിലെ പ്രധാനികളിൽ ആയിരുന്നു അവർ. എന്നാൽ അവരെ തകർക്കുവാൻ വേറെ ഒന്നും കിട്ടാതെ വന്നപ്പോൾ ദാനിയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവരുടെ ദൈവത്തിൻ്റെ പ്രമാണം, ന്യായപ്രമാണം നിമിത്തമല്ലാതെ ഒരു വിഷയത്തിലും അവരെ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദാനിയേലിന് വിരോധമായി വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കിയിട്ട് രാജകീയമായി നിയമം പാസ്സാക്കി. പക്ഷേ ദാനിയേൽ പറഞ്ഞു, ഈ സിംഹക്കുഴിയിൽ നിന്നും എന്നെ വിടുവിച്ചാലും ശരി, വിടുവിച്ചില്ലേലും ശരി, ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് പോലെ, അത് ദിവസവും ചെയ്തു വരുന്നത് പോലെ അത് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. രാജാവിൻ്റെ അത് വിഗ്രഹത്തെ നമസ്കരിക്കുവാനിടയായി തീർന്നില്ല. ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിൻ്റെ വിഗ്രഹത്തെ നമസ്കരിച്ചില്ല. അവർ ഉറപ്പും ധൈര്യമുള്ളവരായി നിന്നു. എന്നാൽ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ അവരെ തകർക്കുവാനായിട്ട് ശത്രു പരിശ്രമിച്ചത് അവരുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള വിഷയം മാത്രമാണ്. എന്നാൽ അവരതിൽ ഉറച്ചു നിന്നു, അവരതിൽ പരാജയപ്പെട്ടില്ല. പക്ഷെ ഇവിടെ ബാൽപോയോരിൻ്റെ ഒരു വിഷയം എടുത്ത് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി സംഖ്യാപുസ്തകം 23-24 അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വിജയമായിരുന്നു. എന്നാൽ സംഖ്യാപുസ്തകം 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവർ
ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ചവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇണയില്ലാപ്പിണ കൂടരുത്. ആ ഇണയില്ലാപ്പിണ കൂടരുതെന്ന് വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇസ്രായേൽ ചെയ്തു പോയതായ പാപം, അകൃത്യം, വചനത്തിൽ ഉറച്ചു നിൽക്കേണ്ട ജനം വചനത്തെ ലംഘിച്ച് അവരുടെ വിരുന്നുകളിൽ സംബന്ധിച്ച് അവരുടെ വശീകരണത്തിൽ വശീകരിക്കപ്പെട്ട് അവർ എന്ത് ചെയ്തു? മോവാബി സ്ത്രീകളുമായിട്ട് പരസംഗം തുടങ്ങി. അവരുടെ സ്ത്രീകളെ ഇവർ വിവാഹം കഴിച്ചു, ഇവരുടെ സ്ത്രീകളെ അങ്ങോട്ട് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മിശ്ര വിവാഹങ്ങൾ, സമ്മിശ്ര ജീവിതങ്ങൾ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതും പോരാഞ്ഞിട്ട് അവർ അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്നു. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. പിന്നെ ബാലാക്ക് പ്രവാചകനെ വിളിക്കേണ്ടി വന്നില്ല. ബാലാക്ക് പ്രവാചകനെ വിളിച്ച് ശപിക്കേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. അല്ലാതെ തന്നെ ഇസ്രായേൽ ജനം തകരപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇസ്രായേൽ ജനം അത് തകർന്നത് ഇസ്രായേലിൻ്റെ പാപം നിമിത്തമായിരുന്നു. അതുകൊണ്ട് മോശ ആവർത്തന പുസ്തകത്തിൽ എടുത്തു പറഞ്ഞ ഒരു ഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ ആ പ്രമാണത്തെ വിട്ട് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതിനെ നിങ്ങൾ പ്രമാണിച്ച് ജീവിക്കണം. 2, അവൻ്റെ കൽപ്പനകളോട് നിങ്ങളൊന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. അവർ ബാൽപെയോരിനോട് ചേർന്നപ്പോൾ എന്തു സംഭവിച്ചു? ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. എന്നാൽ 6-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണുകയാണ്. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുക, ഒരു ഇസ്രായേലിൻ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. നോക്കൂ, സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യയിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തം എടുത്തു. ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന്, സത്യം പറഞ്ഞ ബാക്കിത്തെ ഭാഗം എനിക്ക് വായിക്കുവാനായിട്ട് ഭയമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ആ എലയാസർ നോക്കുമ്പോൾ ഫിനെഹാസ്, അഹ്റോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് എഴുന്നേറ്റു. ജനം പാപം ചെയ്യുന്നത് കണ്ടപ്പോൾ, ജനം ദൈവത്തിൻ്റെ വചനത്തെ ലംഘിക്കുന്നത് കണ്ടപ്പോൾ, ജനം ദൈവത്തിൻ്റെ വചനത്തെ അലക്ഷ്യമാക്കുന്നത് കണ്ടപ്പോൾ, കൽപ്പനകളെ ലംഘിച്ചുള്ള ജീവിതം കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഫിനെഹാസിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേറ്റു. അവൻ്റെ ഉള്ളിൽ ഒരു കോപം ജ്വലിച്ചു. അവൻ്റെ ഉള്ളിൽ ഒരു തീഷ്ണതയുണ്ടായി. ദൈവത്തെക്കുറിച്ച്, വചനത്തെക്കുറിച്ചൊരു തീഷ്ണതയുണ്ടായി. അവരെ 2 പേരെയും അവൻ ഇല്ലായ്മ ചെയ്തു, അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചു. അതോടുകൂടെ ദൈവത്തിൻ്റെ കോപം അവരെ വിട്ടുമാറി. അവിടെ പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഞാൻ എൻ്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹ്റോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുമാറിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എൻ്റെ സമാധാന നിയമം കൊടുക്കുന്നു. അപ്പോൾ ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേരായിരുന്നു. എന്താ കാരണം? വചനം ലംഘിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ബാധ ഉണ്ടാകുവാനിടയായി തീർന്നു. അവരുടെ ഉള്ളിൽ ബാധ പുറപ്പെട്ടു വന്നു. നോക്കൂ, ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അരുതാത്തതിനോട് കൂട്ടുകൂടി, അരുതാത്തതിനെ സേവിച്ച്, അരുതാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെട്ടുകഴിഞ്ഞപ്പോൾ ബാധ അവരുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ടു. എന്നാൽ ദൈവകൽപ്പനകളിലേക്ക് ജനം മടങ്ങി വന്നപ്പോൾ അതിന് പ്രാശ്ചിത്തമായി അഹ്റോൻ പുരോഹിതന്റെ എലയാസറിന്റെ മകൻ ഫിനെഹാസ് തീഷ്ണതയായി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം വിട്ടുമാറി. 24,000 പേര് ബാധ മുഖാന്തരം മരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ,
ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ ആ ദേശം കൈവശമാക്കേണ്ടതിന് നാം കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കണം. ഒന്നും നമ്മൾ കൂട്ടരുത്, അതിനോട് ഒന്നും നമ്മൾ അതിൽ നിന്നും കുറയ്ക്കരുത്. ബാൽപ്പയോറിൻ്റെ സംഗതി നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ലോകത്തിലെ 253 രാജ്യങ്ങളിൽ നമുക്കറിയാം COVID-19 എന്ന ബാധ ഇന്ന് ജനത്തെ വിട്ടുമാറാതെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ബാധ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ വന്നതിൻ്റെ കാരണം എന്തായിരുന്നു? ഇസ്രായേൽ പാപം ചെയ്തു പോയി. ഇസ്രായേൽ വചനത്തെ വിട്ടുമാറി. ഇസ്രായേലിന് ദൈവത്തിൻ്റെ ഭയം മാറിപ്പോയി. പാപം ചെയ്ത അല്ലെങ്കിൽ വചനത്തെ ലംഘിച്ച ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ കോപമുണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇസ്രായേൽ ദൈവജനത്തോട് പറഞ്ഞിരിക്കുന്നത്, മിസ്രയീമ്യരുടെ ഒരു ബാധയും നിങ്ങൾക്ക് വരികയില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തുകൊണ്ടാണ് ഈ ബാധ ലോകം വിട്ടു പോകാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ വിട്ട് ബാധ പൂർണ്ണമായി മാറിപ്പോകാത്തത്? നമ്മളിന്ന് അഭിമാനിക്കുന്നുണ്ട്. കോവിഡ് വാക്സിൻ ഒരു വർഷം കൊണ്ട് കണ്ടുപിടിച്ചു. വാക്സിനേഷനാണ് കണ്ടുപിടിച്ചത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് പൂർണ്ണമായ ഒരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇന്നും കോവിഡ് ശക്തമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കോപം മനുഷ്യനെ വിട്ട് മാറിക്കഴിഞ്ഞാൽ ബാധ അവസാനിക്കും, സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും. അതുകൊണ്ട് വചനത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഓരോ രാജ്യങ്ങളിലും ഓരോ വ്യക്തികളും വചനം മനസ്സിലാക്കി വചനത്തിന് വിരോധമായി പുറപ്പെടുവിച്ച അതേ നിയമ ഭേദഗതികൾ അസാധുവാക്കുവാൻ തയ്യാറാണെങ്കിൽ, അതേ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അതേ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അവരുടെ ദുർപ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ പാപ അകൃത്യങ്ങൾ, അതിക്രമങ്ങൾ അവർ വിട്ടു തിരിഞ്ഞു എന്ന് ദൈവത്തിന് അവരുടെ പ്രവർത്തികളാൽ ബോധ്യമായപ്പോൾ ദൈവം അവരുടെ ഇടയിൽ വരുത്തുന്ന ബാധ ഇല്ലാതെയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ഇന്ന് രാത്രിയിൽ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തിൽ നിന്നും ഈ ബാധ മാറുവാൻ, നമ്മുടെ കുടുംബത്തിൽ നിന്നും ഈ ബാധ മാറുവാൻ, നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ബാധ മാറുവാൻ, നമ്മുടെ തലമുറകളിൽ നിന്നും ഈ ബാധ മാറിപ്പോകുവാൻ ഇന്ന് രാത്രിയിൽ വചനത്തിലേക്ക് നാം മടങ്ങി വരുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തീഷ്ണതയോടെ എഴുന്നേറ്റ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. അങ്ങനെയെങ്കിൽ നാം മടങ്ങി വരുന്നെങ്കിൽ, നാം മാനസാന്തരപ്പെടുന്നെങ്കിൽ ബാധകളിൽ നിന്നും നമുക്ക് സംരക്ഷണം കർത്താവ് നൽകും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. വചനത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു ദിവസം ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ് ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ ദേശം കൈവശമാക്കേണ്ടതിന് വേണ്ടി അങ്ങ് ഞങ്ങളെ മിസ്രയീമിൽ നിന്നും വിടുവിച്ചല്ലോ, പാപത്തിൽ നിന്നും രക്ഷിച്ചല്ലോ, അകൃത്യങ്ങളിൽ നിന്നും രക്ഷിച്ചല്ലോ. എന്നാൽ ഞങ്ങൾ ഈ ഭൂമിയിൽ പട്ടുപോകാതെ നശിച്ചു പോകാതെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ സ്വർഗീയ ദേശം കൈവശമാക്കേണ്ടതിന് ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ദൈവത്തിൻ്റെ കാവലുണ്ടാകണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഇസ്രായേൽ കർത്താവ് ബാൽപ്പയോരോട് ചേർന്നപ്പോൾ ദൈവം അവരെ പാപങ്ങളാൽ നശിപ്പിച്ചു. കൽപ്പനകളെ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ജാതികൾ കേൾപ്പിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ദൈവസന്നിധിയിൽ മടങ്ങി വരുന്നു. ഞങ്ങളുടെ കുറവുകളെ അങ്ങ് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ. ഇന്ന് രാത്രിയിൽ അങ്ങോട്ട് ഞങ്ങളോട് സംസാരിച്ചിരുന്നു നന്ദി. ഇന്ന് രാത്രി ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഞങ്ങളുടെ വചനമനുസരിച്ച് അതിൽ നിന്നും വള്ളിയും പുള്ളിയും കൂട്ടാതെ കുറയ്ക്കാതെ അതിൽ ഉറച്ചു നിൽപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ അങ്ങ് പകരണമേ. ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി. കർത്താവേ, ഇന്ന് രാത്രിയിൽ ലോകവ്യാപകമായി ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനം ആത്മീകമായി വളർന്നു വരട്ടെ. വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി ഉറച്ചു നിൽക്കുവാനിടയാകണമേ. കർത്താവ് വചനപ്രകാരമുള്ള ദൈവിക അനുഗ്രഹം അവർ പ്രാപിപ്പാൻ സഹായിക്കണമേ. ഇന്ന് രാത്രിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നിരുന്ന നമ്മുടെ ജനത്തെ അങ്ങ് സ്വീകരിക്കണമേ. അവിടുത്തെ തിരുനാമം മഹത്വമെടുക്കണമേ. പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്നെ ഇതുവരെയും ശ്രദ്ധിച്ച എൻ്റെ ശ്രോതാക്കളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ ഞാൻ അറിയിക്കുന്നു.
പ്രിയരെ, നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ, അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ അവസരം ഒരുങ്ങട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ അതിലുണ്ട്, അതിലെഴുതി അറിയിച്ചാൽ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. നാളെ രാത്രി നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് വരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കൂടെ ഇരുന്ന് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.